അറ്റൻഷൻ, റെസ്പെക്റ്റ്, ഇൻഫ്ലുവൻസ് ഇതെല്ലാം നേടിയെടുക്കാനായി നിങ്ങളെ സഹായിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഫസ്റ്റ് വൺ, ദ ലോ ഓഫ് സൈലൻസ്, ദ പവർ ഓഫ് പോസിങ്. മിക്ക ആളുകളും അമിതമായി സംസാരിക്കുന്നു. എപ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് അറിയുന്നതിലാണ് യഥാർത്ഥ ശക്തി. സൈലൻ്റായി ഇരിക്കുന്നത് ആളുകളിൽ നിങ്ങളെക്കുറിച്ച് ജിജ്ഞാസ ഉണർത്താൻ കാരണമാകുന്നു. ഇത് ഗ്യാപ്പ് നികത്താൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ സ്വയം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന ഫീൽ അവരിൽ ഉണ്ടാക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് അനാദരവ് കാണിക്കുമ്പോൾ താൽക്കാലികമായി നിർത്തുക, പുഞ്ചിരിക്കുക, ഒന്നും പറയരുത്. ഇതവരുടെ വാക്കുകളെ റീതിങ്ക് ചെയ്യാനായി അവരെ പ്രേരിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനായി ശ്രമിച്ചാൽ എടുത്തുചാടി പ്രതികരിക്കരുത്. അവരെ നോക്കുക, 3 സെക്കൻഡ് നിശബ്ദത പാലിക്കുക, ശാന്തമായി നിങ്ങൾ പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കുക. നിങ്ങൾ തർക്കിക്കാതെ തന്നെ ഇത് അവരെ ചെറുതാക്കി മാറ്റുന്നു. നമ്പർ 2, ദ മിസ്റ്റീരിയസ് പ്രസൻസ് ടെക്നിക്. ആളുകൾ നിഗൂഢതയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ വളരെയധികം വെളിപ്പെടുത്തിയാൽ അവർക്ക് താല്പര്യം നഷ്ടപ്പെടും. എല്ലായ്പ്പോഴും സ്വയം വിശദീകരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുകയും മറ്റുള്ളവരെ വണ്ടറായി നിലനിർത്തുകയും ചെയ്യുക. അമിതമായി വിശദീകരിക്കുന്നതിന് പകരം ഒരു പുഞ്ചിരിയോടെ ചെറിയ ഉത്തരങ്ങൾ നൽകുക. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലിസ്റ്റ് ചെയ്ത് പറയുന്നതിന് പകരം ഞാൻ ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. സോ ഇത്തരത്തിൽ നിങ്ങളുടെ മറുപടിയിൽ കുറച്ച് ക്യൂരിയോസിറ്റി മറ്റുള്ളവരിൽ ഉണ്ടാക്കാനായി ശ്രമിക്കുക. സോ പറഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. നമ്പർ 3, ദ അൺഷേക്കബിൾ ഫ്രെയിം, ഇമോഷണൽ കൺട്രോൾ. സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി നിൽക്കുന്ന റൂമിനെയും അതിലെ ആളുകളെയും നിയന്ത്രിക്കാനുള്ള, കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. സോ ആരെങ്കിലും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനായി ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തുചാടി ഇമോഷണലി പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചൂടുപിടിച്ച നിമിഷങ്ങളിൽ പോലും ശാന്തത പാലിക്കുക. ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ നിങ്ങളുടേത് താഴ്ത്തുക. ഇത് നിങ്ങളുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളോട് അഗ്രസീവായി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്ത് സാവധാനത്തിൽ ആഴത്തിലുള്ള ശബ്ദത്തിൽ പറയുക, റിലാക്സ്, വൈ ആർ യു സോ ഇമോഷണൽ. ഇത് അവരെ പ്രതിരോധത്തിലാക്കുന്നു. നമ്പർ 4, ദ സെലക്റ്റീവ് അറ്റൻഷൻ ട്രിക്ക്. നിങ്ങൾ ആരെയാണോ ശ്രദ്ധിക്കുന്നത് അവർക്ക് മൂല്യം കൂടുന്നു. നിങ്ങൾ ആരെയാണോ അവഗണിക്കുന്നത് അവർക്ക് മൂല്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് യാതൊരു അറ്റൻഷനും കൊടുക്കാതെ അവരവിടെ ഇല്ലെന്ന മട്ടിൽ പ്രവർത്തിക്കുക. ആളുകൾക്ക് റിവാർഡ് നൽകുന്നത് പോലെ നിങ്ങളുടെ അറ്റൻഷൻ നൽകുക. നിങ്ങളൊരു റൂമിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ആളുകളെ സാവധാനത്തിൽ സെലക്ട് ചെയ്ത് അംഗീകാരം നൽകുക, ഒറ്റയടിക്കല്ല. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളെ ആകർഷിക്കാൻ കഠിനമായി ശ്രമിച്ചാൽ ഉടനടി പ്രതികരിക്കരുത്. പകരം ഒരു നിമിഷം എടുത്ത് തലയാട്ടി നോട്ട് ബാഡ് എന്ന് പറയുക. ഇത് അവരെ നിങ്ങളിൽ നിന്നും കൂടുതൽ അംഗീകാരം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്പർ 5, ദ കൺട്രോൾഡ് സ്കാർസിറ്റി സ്ട്രാറ്റജി. അപൂർവമായതിനെ, റയർ ആയിട്ടുള്ളതിനെ ആളുകൾ വിലമതിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ആളുകൾക്ക് നിങ്ങളോടുള്ള വാല്യൂ, ഇംപ്രഷൻ നഷ്ടപ്പെടും. സോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരക്കിലായിരിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ സമയത്തിന് വേണ്ടി പ്രയത്നിക്കട്ടെ. സോ ഇടയ്ക്ക് നിങ്ങളുടെ പ്ലാനുകളെല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്യുക. ഇത് മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുന്നു. മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനും ടെക്സ്റ്റ് ചെയ്യാനെല്ലാം ചിലപ്പോഴെല്ലാം കുറച്ച് സമയം എടുക്കുക. സോ ഇതെല്ലാം ആവശ്യത്തിന് മാത്രം ചെയ്യാനും അമിതമാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 6, ദ പവർ ഓഫ് ബ്രേക്കിംഗ് പാറ്റേൺസ്. മിക്ക ആളുകളും പ്രവചിക്കാവുന്ന പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു. സ്വാധീനം ചെലുത്താൻ അവരുടെ പ്രതീക്ഷകൾ തകർക്കുക. ആരെങ്കിലും ഒരു സാധാരണ പ്രതികരണം പ്രതീക്ഷിക്കുമ്പോൾ വിപരീതമായി ചെയ്യുക. ഹ്യൂമർ, കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് ആളുകളെ ആശ്ചര്യപ്പെടുത്തുക. നിങ്ങൾ അടുത്തതായി എന്ത് പറയുമെന്നോ എങ്ങനെ പ്രവർത്തിക്കുമെന്നോ ആളുകൾ ഗസ് ചെയ്യട്ടെ. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളോട് റൂഡായി നിങ്ങൾ എന്താണ് ഒന്നും തന്നെ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടും ഡിഫെൻസീവ് ആകാതെ ഇത്തരത്തിൽ പറയുക, ഞാൻ നിങ്ങളെ പഠിക്കുകയാണ്, കീപ് ഗോയിങ്. ഇത് പവർ ഡൈനാമിക് ഫ്ലിപ്പ് ചെയ്യുന്നു. നമ്പർ 7, ദ മിറർ എഫക്റ്റ്. തങ്ങളുമായി സാമ്യതയുള്ളവരെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. വേഗതയേറിയ കണക്ഷനുകൾ നിർമ്മിക്കാൻ മിററിംഗ് ഉപയോഗിക്കുക. അവരുടെ ഊർജ്ജം, ടോൺ, ബോഡി ലാംഗ്വേജ് എന്നിവ സൂക്ഷ്മമായി പൊരുത്തപ്പെടുത്തുക. അവർ പതുക്കെ സംസാരിക്കുകയാണെങ്കിൽ വേഗത കുറയ്ക്കുക. അവർ ചില വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സമാനമായ വാക്കുകൾ ഉപയോഗിക്കുക. എന്നാൽ ഇത് അമിതമാകരുത്. ഇത് സ്വാഭാവികമായി ഉപയോഗിക്കുക. സോ ഫ്രണ്ട്സ്, അധികാരം മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിലല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കുന്നതിലാണ്. ഈ 7 ടെക്നിക്കുകൾ ധാർമ്മികമായി ഉപയോഗിക്കുന്നത് നിങ്ങളെ ബഹുമാനം നേടാനും അട്രാക്റ്റീവ് ആകാനും മറ്റുള്ളവരുടെ കൃത്രിമത്വം ഒഴിവാക്കാനും സഹായിക്കും. ശാന്തവും പ്രവചനാതീതവും നിയന്ത്രണവും നിലനിർത്തുക എന്നതാണ് പ്രധാനം.